ഹാഷ്മി നമസ്കാരം. നമസ്കാരം. ജനകീയ കോടതിയിലേക്ക് ഹാഷ്മി എന്നെ ക്ഷണിക്കുമ്പോൾ ഞാൻ വന്നത് ഞാൻ വെറും വിഡ്ഢിയായതുകൊണ്ടല്ല. ദിനേശിന്റെ കാര്യം ചേട്ടൻ അറിയാവല്ലോ, വിഡ്ഢിത്തങ്ങളെ കാണിക്കൂ. എന്റെ ഉള്ളിൽ ഉറച്ച സത്യവും നീതിയും ഉണ്ടായതുകൊണ്ടും എനിക്ക് പറയാനുള്ള സത്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിച്ചതും കൊണ്ട് തന്നെയാണ്. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. ഞാനുമായി ഉണ്ടായ സംവാദത്തിൽ ഹാഷ്മിക്കുണ്ടായ ക്ഷീണം തീർക്കാൻ വേണ്ടി ഹാഷ്മി നെറുകേട് കാണിക്കുമെന്ന് എന്റെ അടുത്ത് പല സുഹൃത്തുക്കളും പറഞ്ഞു. ഹാഷ്മി ഒരു നല്ല മാധ്യമ പ്രവർത്തകനാണ്, അദ്ദേഹം അത് ചെയ്യില്ല എന്നാണ് ഞാൻ കരുതിയത്. നിങ്ങൾ പറഞ്ഞത് കേട്ടപ്പോഴാണ് എനിക്ക് നിങ്ങളുടെ ഉള്ളിലെ പകയും വിദ്വേഷവും എനിക്ക് മനസ്സിലായത്. അതിനുശേഷമാണ് നിങ്ങൾ ഒരു വൃത്തികെട്ടവനാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. ഇയാളത്ര ശരിയല്ലെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു. അവസാനം വരെ ഹാഷ്മി പോയിക്കൊണ്ടിരുന്നത് എന്നെ ഒരു BJP കാരനാക്കി വരുത്തി തീർക്കുക എന്നുള്ളതായിരുന്നു. ഞാൻ നിലപാട് സ്വീകരിക്കുമ്പോൾ അത് ഹാഷ്മിക്ക് പൊള്ളുന്നത് ഹാഷ്മിയുടെ ഉള്ളിൽ കിടക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയം മറ്റൊന്നായതുകൊണ്ടാണ്. ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാ, ഒറ്റ മുതലപ്പൂട്ടിന് അവനെ വീഴ്ത്താൻ എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ടല്ല. പക്ഷേ മാധ്യമ പ്രവർത്തന നിലയിൽ ഹാഷ്മി നിങ്ങൾ ഒരു വലിയ പരാജയമായി മാറിയിരിക്കുന്നു. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ചാനൽ ഫ്ലോർ ഉപയോഗിച്ച് നിങ്ങളെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് ഒരിക്കലും വിളിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ തോന്നുന്നു ഹാഷ്മിക്ക് തന്റെ ഇടമുണ്ടെങ്കിൽ ഹാഷ്മി വിളിക്കുന്ന ആള് ഉമ്മയുടെ ഭർത്താവ് തന്നെയാണ് ഹാഷ്മിയുടെ വാപ്പയെങ്കിൽ ലൈവായിട്ട് ഒരു പ്രോഗ്രാം നടത്തുക. വാ കൊണ്ടുള്ള വയറിളക്കം മാത്രമാണ് ഹാഷ്മി ആ ചാനൽ ഫ്ലോറിൽ നിന്ന് ഹാഷ്മി കാണിച്ചതെന്ന്. അതെ, എന്നെ കുറിച്ച് ഈ നാട്ടുകാർക്ക് നല്ലോണം അറിയാം. പക്ഷെ താൻ കാണിച്ചതോ? ദാ ഒരിക്കൽ കൂടി ഹാഷ്മിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, ലൈവായി ഞാനുമായി സംവദിക്കാൻ ഹാഷ്മിക്ക് താല്പര്യമുണ്ടോ? താല്പര്യമില്ല. നിങ്ങളുമായിട്ടൊരു ബന്ധത്തിന് താല്പര്യമില്ല. ഒരു സാമാന്യ മര്യാദ കാണിക്കാമായിരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ധൈര്യമുണ്ടെങ്കിൽ നീ വാ. വേണ്ട, കണ്ടാത്തോണ്ട. തരം താഴ്ന്ന ഒന്നായി മാറരുത് മാധ്യമ പ്രവർത്തനം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.